ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 100 വർഷങ്ങൾക്ക് മുന്നേ കേരളം എങ്ങനെയായിരുന്നു എന്നത് ഒരുപാട് ഹിസ്റ്ററിക്കൽ ഇമേജ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോസിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസിൽ ഒരുപാട് രസകരമായിട്ടുള്ള എന്നാൽ ഹിസ്റ്റോറിക്കൽ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഇമേജ് കാണാൻ ഞാൻ ഓരോ ഇമേജിൻ്റെ കീഴിലും ഓരോ എന്താണ് ഈ ഒരു ഇമേജ് എന്ന് നിങ്ങൾ കൊടുത്തുകൊണ്ട് കാണാൻ പറ്റും. ഭക്ഷണം ഉണ്ടാക്കുന്ന കുട്ടികളെന്ന് കൊടുത്തുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒന്നിച്ചിരുന്നായിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അടുക്കള പണിക്കാർ 1902 കാണാൻ പറ്റും. അങ്ങനെ ഓരോ പിക്ചറിൻ്റെയും കീഴിൽ അതിൻ്റെതായിട്ടുള്ള എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മൾ ഇമേജ് ചെയ്യണം എങ്ങനെയായിരുന്നു കേരളം എന്നത്. ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ഒരു ഇമാജിനേഷൻ വരണം. അങ്ങനെയാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹിസ്റ്ററിക്കൽ ഈ ഒരു പിക്ചറിലൂടെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ പണ്ട് കാലത്തെ ഹിസ്റ്ററിലൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ 1947 മുമ്പ് ഒരുപാട് മുമ്പുള്ള പിക്ചറാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കുടുംബം എന്ന് പറഞ്ഞിട്ട് 1914 ഒരു കുടുംബത്തിൻ്റെ പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. അന്നത്തെ കാലമായിട്ട് നമ്മൾ ഈ ഒരു കാലം നമ്മുടെ ഇന്നത്തെ കാലമായിട്ട് പണ്ട് കാലം കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും പിക്ചറിലൂടെ. എന്നാൽ ചില പിക്ചർ നമ്മൾ കാണുമ്പോൾ നമുക്ക് പണ്ട് കാലത്തോട്ട് പോകാനായിട്ട് കൊതിയും ആവുന്ന ഒരുപാട് പിക്ചറുകൾ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ പണ്ട് കാലത്തെ സ്കൂൾ ജീവിതമൊക്കെ നമുക്ക് വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ കൂടി ഉണ്ടാവത്തില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും പണ്ട് കാലത്തോട്ട് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ പണ്ട് കാലത്തോട്ട് ചെറുതായിട്ടെങ്കിലും പോകാനുള്ളൊരു മോഹം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമൻറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. കമൻറ്റ് നിങ്ങൾ വീഡിയോസിൻ്റെ കീഴിലായിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കൂടെ കാണാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ പക്ഷേ നിലനിന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, കാസ്റ്റ് സമ്പ്രദായം ഉണ്ടായിരുന്നു, വൈശ്യർ, ക്ഷത്രിയർ, ബ്രാഹ്മണരൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നെല്ല് കുത്തുന്ന സ്ത്രീകൾ കാണാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ഈ നെല്ലൊക്കെ കുത്തിയിട്ടായിരുന്നു വീട്ടിലൊക്കെ ആയിരുന്നു നെല്ല് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളുടെ കുറേ പിക്ചറൊക്കെ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും പലർക്കും തോന്നും നമുക്ക് പണ്ട് കാലത്തോട്ട് സ്കൂൾ ജീവിതത്തിലോട്ട് പോകാനായിട്ടുള്ളൊരു കൊതി എന്തായാലും എല്ലാവർക്കും വരും. നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോസിൻ്റെ കീഴിൽ കമൻറ്റ് ഇടുക തീർച്ചയായിട്ടും. ഇവിടെ കാണാൻ പറ്റും കോഴിക്കോട് കടൽ തീരം 1908 കാഴ്ചയാണ്. പക്ഷെ ഇന്ന് ഇതൊക്കെ ഈ ഒരു മരമൊക്കെ ഉണ്ടോ ഇല്ല എന്ന് അതിന് സംശയം ഉണ്ടാകും. കാരണം അന്ന് വളരെ നീറ്റായിരുന്നു, നോക്കിയാൽ കാണാൻ പറ്റും വളരെ നീറ്റായിട്ടുള്ളൊരു കടപ്പുറമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ കൊടുത്തിട്ടുള്ള ടാഗ് നിങ്ങൾ വായിക്കുക. എന്താണ് ഈ പിക്ചർ എന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ഇമേജിനേഷൻ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലോട്ട് ഇമേജിനേഷൻ വരിക. ഇവിടെ കാണാൻ പറ്റും എണ്ണയാട്ട് കോഴിക്കോട് 1902 എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരിക 1908 ഈ ഒരു ഇമേജിനേഷൻ നിങ്ങൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലിട്ട് സ്വാഗതം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.